ഒരിക്കൽ കൂട്ടം തെറ്റിയ ഒരു കുഞ്ഞാട് ഒരു ചതുപ്പ് നിലത്തിൽ ചെന്നുപെട്ടു. തൊട്ടുപുറകെ അതിനെ പിടിക്കാനായി ഒരു കുറുക്കൻ. ഈ കൊച്ചാട് കിടന്ന് കരയാൻ തുടങ്ങി. ചതുപ്പ് നിലത്തിലായതുകൊണ്ട് ആടിന് മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല. തൊട്ടുപുറകെ വരുന്ന കുറുക്കനും നീങ്ങാൻ കഴിയുന്നില്ല. കുറുക്കനും ചതുപ്പ് നിലത്തിൽ അകപ്പെട്ടുപോയി. എന്നാൽ ഈ കരച്ചിൽ കേട്ടിട്ട് കുറുക്കൻ ചോദിച്ചു, നീ എന്തിനാ കിടന്ന് അലയ്ക്കുന്നത്? ഈ കുഞ്ഞാട് പറഞ്ഞു, എനിക്കൊരു ഉടമസ്ഥനുണ്ട്, എനിക്കൊരു യജമാനനുണ്ട്. നിനക്ക് യജമാനനുണ്ടോ? അപ്പോഴാണ് കുറുക്കൻ ആ ഒരു വാക്കുപോലും കേൾക്കുന്നത്. യജമാനനോ? അങ്ങനൊന്നും എനിക്കില്ല. എന്നാൽ കുഞ്ഞാട് പറഞ്ഞു, എനിക്കൊരു യജമാനനുണ്ട്. ഞാൻ കരഞ്ഞാൽ ഓടി വരും. ഞാനൊരു പ്രതിസന്ധിയിലാണെങ്കിൽ ഓടി വരും. അല്പസമയം കഴിയുമ്പോൾ ഈ ആടിൻ്റെ കരച്ചിൽ കേട്ട് യജമാനൻ ഓടി വരിക. ആ ചതുപ്പ് നിലത്ത് നിന്ന് തന്നെ എടുത്ത് തോളിലേറ്റി യാത്ര തുടരുകയാണ്. അപ്പോഴാണ് കുറുക്കന് മനസ്സിലായത്, ആരാണ് യജമാനൻ. ഒരു കാര്യം നാം നിശ്ചയമായിട്ടും അറിയണം, നമുക്കൊരു യജമാനനുണ്ട്. നാം പ്രതിസന്ധിയിലും പ്രശ്നത്തിലുമാകുമ്പം ലോകമനുഷ്യരെ പോലെ നാം ചതുപ്പ് നിലത്തിൽ തീർന്നു പോകുന്നില്ല. മറിച്ച് എൻ്റെ കരച്ചിൽ കേട്ട് എൻ്റെ യജമാനൻ, എൻ്റെ കർത്താവ് അവിടെ കൂടി വരും. എൻ്റെ പ്രതിസന്ധിയിൽ അവിടെ കൂടി വരും. അവൻ കരം തന്ന് എന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കും. മകനെ, നീ ഭയപ്പെടേണ്ട, മകളെ, നീ നിരാശപ്പെടേണ്ട എന്ന് പറയുന്ന ഒരു ഇമ്പശബ്ദം എൻ്റെ കാതിൽ കേൾക്കും. അവൻ എൻ്റെ കാലിനെ ഒരു പാറമേൽ നിർത്തും. അതാണ് എനിക്കുള്ള പ്രത്യാശ എന്ന് പറയുന്നത്. ദൈവവൈതലേ, നിരാശപ്പെട്ടു പോകേണ്ട. പ്രതിസന്ധികളും പ്രശ്നവും വരുമ്പം ക്ഷീണിച്ചു പോകേണ്ട. നീ ഇന്നായിരിക്കുന്ന പ്രശ്നങ്ങൾ വലുതായിരിക്കും, എന്നാൽ നിനക്കൊരു യജമാനനുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് നിന്നെ മുൻപിലേക്ക് നയിക്കേണ്ടത്. അവൻ വന്നില്ല, അവൻ ഇറങ്ങി വരിക തന്നെ ചെയ്യും. നിന്റെ കരച്ചിലിന്റെ ശബ്ദം കേട്ടില്ലെന്നല്ല, അവൻ കേട്ടിരിക്കുന്നു. അവൻ നിന്റെ അടുക്കിലേക്ക് വരും. ദാവീദ് അതാ പറയുന്നത്, അവൻ എൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, അവൻ എൻ്റെ യാചന കേട്ടിരിക്കുന്നു. അതെ, ദൈവം നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കുന്നവനാണ്, യാചനകളെ കേൾക്കുന്നവനാണ്. നിശ്ചയമായിട്ടും നാം പറയണം, എനിക്കൊരു നല്ല യജമാനനുണ്ട്. മുങ്ങിപ്പോകാൻ സാധ്യതയുള്ള ആ വെള്ളത്തിലേക്ക് പത്രോസ് ഇറങ്ങുമ്പോൾ തനിക്ക് നോക്കാനുള്ളത് കർത്താവിൻ്റെ മുഖത്തേക്ക് മാത്രമായിരുന്നു. അലകളും തിരമാലകളും എല്ലാം അടിച്ചു വീഴുമ്പോൾ, മുങ്ങിപ്പോകും തോന്നിയപ്പോൾ തനിക്ക് കരം തന്ന് കർത്താവ് തന്നെ പിടിച്ചു കയറ്റുക. അതെ, നിങ്ങൾ മുങ്ങിപ്പോകത്തില്ല. കരം തരുന്ന ഒരു നല്ല യജമാനൻ കൂടെയുണ്ട്, നല്ല കർത്താവ് കൂടെയുണ്ട്. ദൈവത്തിൻ്റെ വചനം അതാണല്ലോ നമുക്ക് നൽകുന്ന ധൈര്യവും. നാം ഒറ്റയ്ക്കായി പ്രതിസന്ധിയിലായി എന്ന് തോന്നുമ്പോൾ, നാം നിരാശപ്പെട്ട് തകർന്നിരിക്കുമ്പോൾ നമ്മുടെ അടുത്തേക്ക് ഓടി വരുന്ന ഒരു കർത്താവ്. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിരിക്കുന്ന മാർത്തയുടെയും മറിയുടെയും വീട്ടിലേക്ക് ഓടി വന്ന്, മറിയെ കരയണ്ട, മാർത്തയെ കരയണ്ട എന്ന് പറയുന്നൊരു കർത്താവ്. അതിനേക്കാൾ ഉപരി ആ മാർത്തയുടെയും മറിയുടെയും കൂടെ ചേർന്ന് കരയുന്ന ഒരു കർത്താവ്. നമ്മുടെ പ്രതിസന്ധിയിൽ നമ്മളെ സഹായിപ്പാൻ കഴിയാത്തവനല്ല കർത്താവ്. നമ്മളോടൊപ്പം സഹതപിക്കുന്ന, നമ്മളോടൊപ്പം കരയുന്ന ഒരു കർത്താവ്. നമ്മുടെ കണ്ണുനീര് കാണുമ്പം ഓടി വന്ന് നമ്മളെ സഹായിക്കുന്ന ഒരു കർത്താവ്. ദാവീദ് പറയുന്നു, നീ എൻ്റെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വയ്ക്കും. അതെ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാനായി നമ്മുടെ ചില കണ്ണുനീരിനെ കർത്താവ് തുരുത്തിയിലാക്കി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ നാളുകളിൽ നാം നിരാശപ്പെട്ട സാഹചര്യങ്ങളിലും കർത്താവ് നമ്മുടെ കരം പിടിച്ച് നടത്തിയെങ്കിൽ ആകുലപ്പെട്ടു പോകേണ്ട, അവൻ ഇനിയും കരം പിടിച്ച് നടത്തും. നമുക്കൊരു യജമാനനുണ്ട്. ഈ പകലിൽ നമുക്ക് പറയാം, നമുക്കൊരു യജമാനനുണ്ട്. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ കരം പിടിക്കുന്ന ഒരു നല്ല യജമാനൻ ഞങ്ങൾക്കുള്ളതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. പല ആളുകളും പ്രതിസന്ധിയിലും ബുദ്ധിമുട്ടിലും പെട്ട് തകർന്നു പോകുമ്പോൾ ഞങ്ങളുടെ കരം പിടിച്ച് ഇന്നയോളം നടത്തിയല്ലോ, നാളെയും ഞങ്ങളെ നടത്താൻ അങ്ങ് ശക്തനാകിയാൽ ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുന്ന് ഞങ്ങളുടെ നല്ല യജമാനനായി, നല്ല പിതാവായി കർത്താവ് ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. അവിടുന്ന് അങ്ങാണ് ഞങ്ങളുടെ കർത്താവ്. പ്ലീസ് ടേക്ക് അവർ ലോഡ്. കർത്താവെ, അവിടുന്ന് അങ്ങ് ലോഡ്ഷിപ്പ് ഏറ്റെടുക്കണമേ. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.